ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് പുറത്ത് വെച്ചാൽ തന്നെ ഉണങ്ങിപ്പോകുന്ന ക്ലേ ആണ്. അതുകൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം ബാക്കി എടുത്ത് വയ്ക്കാൻ. കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ ക്ലേ ആണ്. അത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഒരു നനവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടാൽക്കം പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്താലും മതി. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി കുഴയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്രൗൺ കളർ, അതായത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബണ്ണാണ്. അപ്പോൾ ആ ബണ്ണിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ കുറച്ചേ കൊടുക്കാവുള്ളൂ. നമ്മളെടുത്ത ക്ലേയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വളരെ ഡ്രോപ്പ് ആയിട്ട് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കളറ് ആഡ് ചെയ്തിട്ട് നമ്മൾ നീഡ് ചെയ്യുമ്പോണ്ടല്ലോ നന്നായിട്ട് കയ്യിൽ വെച്ച് നല്ല പ്രഷറോടെ കുഴച്ചെടുത്താൽ ഈവനായിട്ട് മിക്സായി കിട്ടും. എന്നിട്ട് അതിന് ആദ്യം ഒരു പകുതിയിൽ കുറവാണ് ഞാനിപ്പോൾ ഒരു പോർഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിലത്തൊട്ടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇത്തിരി പൗഡറാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്ത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൂളുകൾ സ്റ്റാൻഡേർഡ് ടൂളുകൾ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഒരു രണ്ടിനും ഒരേ വലിപ്പം ഒരേ വട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അതിനെ ഒരു ഷേപ്പിൽ കൃത്യം ഷേപ്പായിട്ട് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു. ഇപ്പോൾ ഇത് പകുതിയിൽ കുറവ് അളവ് എടുത്തത്. ബേസിലുള്ള ബണ്ണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര പഫായിട്ട് നിൽക്കില്ലല്ലോ, അങ്ങനെ ഫ്ലാറ്റായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഷേപ്പാണ് ഇപ്പോൾ ഇത് ഫസ്റ്റിലുണ്ടാക്കിയത്. ഇനിയുള്ള ബാക്കിയുള്ള പോർഷനും കൊണ്ട് സെക്കൻഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ഇത്തിരി പൊന്തി നിൽക്കുന്ന ഷേപ്പാണ്. ഇത് ഫ്ലാറ്റായിട്ട്. അപ്പോൾ ഇത് അതേപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കുന്നു. അതേ വട്ടമായിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് ബണ്ണിൻ്റെയും വട്ടം ഡയമീറ്റർ ഒരേപോലെ ഏകദേശം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റേ മുകളിൽ വെച്ച് നോക്കുക, അല്ലെങ്കിൽ സെയിം അടപ്പ് യൂസ് ചെയ്യുക. അങ്ങനെ എടുത്തതിന് ശേഷം അപ്പോൾ അത് അധികമൊന്നും എക്സ്ട്രയിൽ കളയാൻ മാത്രമൊന്നും അധികം ഇല്ല, ഇത്തിരി വരുന്നുള്ളൂ. ദെൻ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത്തിരി ഒന്ന് കട്ടി കൂടിയിട്ടായിരിക്കണം മറ്റേതിനേക്കാൾ. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ബണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് കൈ കൊണ്ട് എഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തട്ടി നോക്കി സൈഡ് ഇങ്ങനെ തട്ടിയിട്ട് അങ്ങനെ ഉരുണ്ട ഷേപ്പ് കൊടുക്കണം മുകളിൽ നിന്ന്. അതായത് നടുഭാഗം അങ്ങനെ പൊന്തിയിട്ട് ഒരു ഹെമിസ്ഫിയറിൻ്റെ ചെറിയൊരു രൂപം, ഇത്തിരി ഫ്ലാറ്റ് ആയിട്ടുള്ള രൂപം പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് ചെയ്താൽ മതി. ചെറിയ തൊടുമ്പോഴേക്ക് തന്നെ അതിങ്ങനെ അവിടെയൊക്കെ നമ്മൾ തൊടുന്ന ഭാഗമൊക്കെ ഇങ്ങനെ അമർന്ന് പൊക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കുക. മേലെയല്ലേ ബണ്ണ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടെണ്ണം വേണ്ടത്. അപ്പോൾ ആദ്യം ഇത് റെഡിയായി. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇനി അതിൻ്റെ സ്റ്റീക്ക്, അതിൻ്റെ ഉള്ളിൽ ഒരു കട്ട്ലറ്റ് ഒരു പാറ്റി ഉണ്ടാവില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഡാർക്ക് ബ്രൗൺ കളർ വേണമല്ലോ. അപ്പോൾ അതിന് കുറച്ച്, അതായത് ഇതിൻ്റെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഷേപ്പ് മതി നമുക്ക്. അപ്പോൾ അത്ര അളവ് മതി. കുറച്ചെടുത്തിട്ട് നല്ല ബ്രൗൺ കളർ നന്നായിട്ട് കൊടുത്ത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ട് എടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലേ ഉണ്ടല്ലോ, ഈ ഹോം മെയ്ഡ് ക്ലേ ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും വീഡിയോ ഞാൻ ചെയ്യാം ഒരിക്കൽ. ഈ ക്ലേയിൽ നമ്മൾ കളറ് ലൈറ്റായിട്ട് ഇപ്പോൾ തോന്നുമെങ്കിലും, അതായത് ഉണങ്ങാതിരിക്കുമ്പോൾ ലൈറ്റായിട്ട് തോന്നുമെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കുറച്ചും കൂടെ എന്തായാലും ഡാർക്കായിട്ടേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു വട്ടമൊക്കെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു മോഡലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും, എത്രത്തോളം ആഡ് ചെയ്താൽ എത്രത്തോളം കളർ വരും എന്നുള്ളത്. അപ്പോൾ ആ അടിയത്തെ ബണ്ണിൻ്റെ അതേ ഡയമീറ്റർ കിട്ടത്തക്ക രീതിയിൽ ഞാൻ അതിനെയും അങ്ങനെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് അതേ ഒരു കട്ടിയൊക്കെ തന്നെ ഉള്ളൂ ഇതിനും. എന്നിട്ട് ഇങ്ങനെ ഫോയിൽ ചുരുട്ടിയെടുത്തിട്ട് ആ ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു സ്റ്റീക്കിൻ്റെ ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോയിൽ വെച്ചിട്ട് ആ ഒരു ഇത് അമർത്തി കൊടുത്താൽ ആ ഒരു ടെക്സ്ചർ കിട്ടും. അതിനുശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്നും കൂടെ നീറ്റാക്കി കൊടുക്കുക, റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ, ഇതിപ്പോൾ ബാംബൂ സ്ക്യൂറാണ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ ഒരു ഗ്രിൽഡ് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന വയർ റാക്കിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ വര കൊടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഇത്തിരി ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്താലും കുഴപ്പമില്ല, ഒരു ഫ്രൈഡ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പൊടിയാക്കി വെക്കുകയാണ് അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇങ്ങനത്തെ ഡോട്ടിങ് ടൂൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂത്ത് പിക്കിൻ്റെ എൻഡ് കൊണ്ടോ മഷിയില്ലാത്ത ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ എൻഡ് കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ, അങ്ങനെ എന്തും നമുക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഈവൻ നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇത്രയും കൂടി വൈഡായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൂത്ത് പിക്കായാലും ധാരാളം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ആ ഒരു ടെക്സ്ചർ കറക്റ്റാക്കി ഷേപ്പും കറക്റ്റാക്കി വെച്ചു. ഇനി ടൊമാറ്റോ സ്ലൈസസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാക്ട്ലി ടൊമാറ്റോൻ്റെ റെഡ് എനിക്ക് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു വൈറ്റിൽ കൊടുക്കുമ്പോൾ ഇത്തിരി ലൈറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല, അത്ര മതി. നന്നായിട്ട് നീഡ് ചെയ്തെടുത്തു, ഈവനായിട്ട് കളറൊക്കെ മിക്സ് ചെയ്തെടുത്തു. ഇതിൻ്റെ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ചെറിയ വട്ടം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഷേപ്പൊന്നും ആവേണ്ട, കാരണം അതിൻ്റെ ലെയറായിട്ട് മേലെ വയ്ക്കുമ്പോൾ വക്കത്ത് കുറച്ചല്ലേ പുറത്തേക്ക് കാണുള്ളൂ. അപ്പോൾ ആ ഒരു റെഡ് കളർ അവിടെ കാണുക മാത്രം, അതന്നെ ഒരു ഭംഗി തരും അതിന്.
അപ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോൻ്റെ എഫക്റ്റ് തരും. അപ്പോൾ അങ്ങനെ ഒരു റെഡ് കളർ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വട്ടങ്ങളാക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഫിനിഷിങ്ങിനെ പറ്റി ബോധഡാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് ക്ലേ എടുത്തിട്ട് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു കളർ വരുന്ന രീതിയിൽ ഞാൻ അതിനെ നീഡ് ചെയ്തെടുത്തു. ക്ലേ കൂടുതൽ മോയ്സ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്യുക. ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ വാസ്ലിനോ അല്ലെങ്കിൽ ബേബി ലോഷനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് വേറെ കുറച്ചൊരു പീസ് എടുത്തിട്ട് അതിൽ ഗ്രീൻ കളറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിന്ന് യെല്ലോന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഈ ഗ്രീനിൽ മിക്സ് ചെയ്യണം. അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. ചെറുതായിട്ടൊരു ഗ്രീൻ യെല്ലോ ഇങ്ങനെ ഒരു ടെക്സ്ചർ, ഒരു മാർബിൾ ടെക്സ്ചർ പോലെ കാണണം. ഇതെന്തിനാണെന്നറിയോ? ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള ലെറ്റ്യൂസ് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പരത്തിയെടുത്താൽ മതി. അതിന് കട്ട് ചെയ്യുന്നതൊന്നും വലിയ കാര്യമില്ല. ഇത്തിരി തിന്നായിട്ട് എടുത്താൽ അത്രയും നല്ലത്. ഇതും പറഞ്ഞ പോലെ ഫുള്ളായിട്ട് നമ്മൾ പുറത്തേക്ക് കാണില്ല. അതിൻ്റെ ആ ഒരു വക്ക് ഭാഗം മാത്രമാണ് നമ്മൾ സൈഡിലൂടെ കാണുക ബർഗറിൻ്റെ. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. കൃത്യം വട്ടമാവണം എന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ദെൻ അതിൻ്റെ ടെക്സ്ചർ കൊടുക്കാനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. എഗെയിൻ നമ്മൾ ഫോയിൽ ചുരുട്ടി ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആ ഒരു അതിലെ ഒരു കുഴി വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണു. അതിനുശേഷം വക്കത്തിങ്ങനെ ഇലയുടെ ആ ഒരു ചുളിഞ്ഞ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടൂൾ എടുത്തിട്ട്, ടൂത്ത് പിക്ക് മതി, ഒരു പിന്നോ അങ്ങനെ എന്തെങ്കിലും മതി, ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വക്ക് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി വീണ്ടും ഇത്തിരി ക്ലേ എടുത്തിട്ട് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് യെല്ലോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇനി ഇത് കൊടുക്കാൻ പോകുന്നത് ചീസ് സ്ലൈസാണ്. ഏത് ചീസിൻ്റെ കളർ വേണമെങ്കിലും കൊടുക്കാം, ക്രീമോ യെല്ലോയോ പീച്ചോ. പക്ഷേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈവൻ കളർ വരണം. ദെൻ അതിനെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. റോൾ ചെയ്തെടുക്കുക, എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്തിട്ടായാലും ഈവനായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ കട്ടിയിൽ പരമാവധി കിട്ടുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ ഡയമീറ്ററിന് പ്രൊപ്പോർഷണലായിട്ടൊരു സ്ക്വയർ പീസ് കിട്ടണ്ടേ. അപ്പോൾ അതിൻ്റെ അതേ ഒരു ഡയമീറ്റർ ലെങ്ത്തായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു വെച്ചൊന്ന് മാത്രം. ദെൻ എങ്ങനെയായാലും അതിനെ ആ ഒരു കുറച്ച് കോർണർ മാത്രം പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഏത് കാണാൻ പാടുള്ളൂ ചീസ്. അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത്തിരി കൂടെ ലെങ്ത്ത് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് സ്ക്വയറായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് കറക്റ്റായി നമുക്ക് കിട്ടി. യെസ്, കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. അങ്ങനത്തെ 2 പീസ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് സോസിൻ്റെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റെഡ് ക്ലേ കഷ്ണം എടുത്ത് അതിൽ നന്നായിട്ട് അക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെഡ് കളർ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു തിൻ പേസ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇനി അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിലേക്ക് വേണ്ട പീസുകളെല്ലാം ആയി. ഇനി അസംബിൾ ചെയ്ത് തുടങ്ങാം. ഞാൻ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യണം. സാധാരണ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്ത് ഏറ്റവും താഴെയുള്ള ഫ്ലാറ്റ് ബണ്ണിൽ നിന്ന് തുടങ്ങി അതിൽ ആദ്യം ചീസ് സ്ലൈസ് കൊടുക്കണു. ഇതിപ്പോൾ അത്ര പറയാനൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക. ദെൻ എഡ്ജ് ഒന്നിങ്ങനെ നമ്മൾ ചീസ് ഒന്നിങ്ങനെ മെൽറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കോർണേഴ്സ് ഒന്നിങ്ങനെ താഴേക്ക് ഒന്നിങ്ങനെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്, മടക്കി കൊടുക്കുന്നുണ്ട്. ദെൻ വൈറ്റ് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് അടുത്തത് ലെയർ കൊടുക്കാൻ പോകുന്നത് സ്റ്റീക്കിൻ്റെയാണ്. അപ്പോൾ അതൊന്നും കൂടെ അതിൻ്റെ ഷേപ്പ് കറക്റ്റില്ലെന്നൊന്നും കൂടെ നോക്കുക. അതിനുശേഷം അതും വെച്ച് കൊടുത്തു. ഇനി വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടൊമാറ്റോ സ്ലൈസസ് ആയിട്ടുള്ളതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുഭാഗം ഒഴിഞ്ഞാലും കുഴപ്പമില്ല, അതിന് മേലെ വീണ്ടും ലെയർ വരും. സൈഡിൽ ഇങ്ങനെ
നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് അത് കാണുന്നില്ല, റെഡ് കളർ സ്ലൈസ് കാണുന്നില്ല എന്നൊന്നും കൂടെ കൺഫേം ചെയ്യുക. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഫോക്കസ് വിട്ട് പോയത് ഞാൻ അറിഞ്ഞില്ല, സോറി. അപ്പോൾ അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലീവ്സാണ്. ആ ലീവ്സും കൂടെ അതേപോലെ കൊടുക്കുക. ഇനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ചീസിൻ്റെ സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് അതേപോലെ കോർണർ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സോസിൻ്റെ സ്പ്രെഡ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേലെ നമ്മുടെ ടോപ്പ് ബണ്ണ് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ കണക്കാക്കിയിട്ട് ഒന്ന് ഒരു പ്ലാനിൽ കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വൈറ്റ് ഗ്ലൂ ഇട്ടിട്ട് ടോപ്പിലുള്ള ബണ്ണ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇനി അതിന് ഒന്നുകൂടെ ഒരു റിയൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സെസ്മി സീഡ്സ് കൂടെ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അവിടെയും ഇവിടെയും ഒന്നിങ്ങനെ ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ക്ലേയിൽ വൈറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഉണ്ടാക്കുമ്പോൾ, അതുകൊണ്ട് അത് ഇത്തിരി ഒരു ഓഫ് വൈറ്റ് ആയിട്ടാണ് ആ ഷെയ്ഡ് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാണ്. ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ ഷേപ്പായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ആ ഗ്ലൂ കൊടുത്തെടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിറച്ച് ഫിൽ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ലൊരു റിയൽ ലുക്ക് നമുക്ക് കിട്ടും. ഇത് കീ ചെയിനായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ഞാൻ എന്തായാലും ഒരു ഐപ്പിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെയിൻ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇത്തിരി ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഫുൾ ലെങ്ത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ലെങ്ത്ത് ഫിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.